നമസ്കാരം. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നടത്തിയ സാഹസിക നീക്കത്തിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും പിടികൂടിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. ശനിയാഴ്ച പുലർച്ചെ മഡുറോയുടെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ 5 സ്ഥലങ്ങളിൽ അമേരിക്കൻ പ്രത്യേക സേനയായ ഡെൽറ്റ ഫോഴ്സ് ഒരേ സമയം കടന്നാക്രമിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന മഡുറോയെയും ഭാര്യയും സൈന്യം പിടികൂടി നേരെ USS ഐവോ ജിമ എന്ന പടക്കപ്പലിലേക്ക് മാറ്റി. അവിടെ നിന്ന് വിചാരണയ്ക്ക് ഇവരെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനിതൊരു ടെലിവിഷൻ ഷോ കാണുന്നത് പോലെയാണ് കണ്ടത്. ആ വേഗതയും ആക്രമണവും അതിശയിപ്പിക്കുന്നതായിരുന്നു. ഈ ഓപ്പറേഷനെ കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ട്രൂത്ത് സോഷ്യൽ വഴിയാണ് അദ്ദേഹം ഈ വൻ വാർത്ത ലോകത്തെ അറിയിച്ചത്. CIA നേതൃത്വത്തിൽ ദിവസങ്ങളായി മഡുറോയെ ട്രാക്ക് ചെയ്തിരുന്നതായും 2 ദിവസം മുൻപാണ് ട്രംപ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. മഡുറോയെ ന്യൂയോർക്കിലെ മാൻഹട്ടനിലാകും വിചാരണ ചെയ്യുക. നാർക്കോ ടെററിസം, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ഗൗരവതരമായ കുറ്റങ്ങളാണ് മഡുറോയ്ക്കും സംഘത്തിനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കാൻ മഡുറോ ഗൂഢാലോചന നടത്തിയെന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി. 2020 മുതൽ മഡുറോയെ പിടികൂടാൻ അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2025 ഓഗസ്റ്റിൽ ട്രംപ് ഇത് $50 ദശലക്ഷം, അതായത് ഏകദേശം 400 കോടിയിലധികം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്കൻ സൈന്യത്തിന് കാര്യമായ പ്രതിരോധം നേരിടേണ്ടി വന്നില്ലെങ്കിലും കാരക്കാസിൽ വലിയ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. തലസ്ഥാനമായ കാരക്കസിലെ 3 അടക്കം വെനസ്വേലയിലെ 5 കേന്ദ്രങ്ങളിൽ സൈന്യം റെയ്ഡ് നടത്തിയിരുന്നു. CNN റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ ഓപ്പറേഷനിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. നിരപരാധികൾ കൊല്ലപ്പെട്ടുവെന്ന് വെനസ്വേലൻ അധികൃതർ ആരോപിക്കുമ്പോൾ സൈനിക നടപടിയിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് അമേരിക്കയുടെ വാദം. മഡുറോയുടെയും ഭാര്യയുടെയും ജീവൻ അപകടത്തിലാണെന്ന് വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആശങ്ക പ്രകടിപ്പിച്ചു. പിടിയിലാകുന്നതിന് 2 ദിവസം മുൻപ് മഡുറോ അമേരിക്കയുടെ സമാധാനത്തിനായി അഭ്യർത്ഥിച്ചിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോ രാത്രിയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉറങ്ങിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. യുദ്ധമല്ല, സമാധാനം മാത്രം എന്നതായിരുന്നു തന്റെ സന്ദേശമെന്ന് സ്പാനിഷ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിരുന്നു. വെനസ്വേലയുടെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യ ഈ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുകയാണെന്നും മഡുറോയും ഭാര്യയെയും ബലപ്രയോഗത്തിലൂടെ കടത്തിക്കൊണ്ടുപോയതിൽ കടുത്ത ആശങ്കയുണ്ടെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.